നിധിയുടെ സുധീഷിന്റെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ. അപ്പൊ ഇന്നത് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും നാളെ മുതൽ കൃത്യസമയത്ത് വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് നിധി രാവിലെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് അങ്ങോട്ട് പോകുന്ന സമയത്താണ് ഹരീഷും നികേഷും എല്ലാവരും കിടന്നുറങ്ങുന്നത്. പെട്ടെന്ന് ഹരീഷിന്റെ കാലിലേക്ക് തട്ടി നിധി വീടാണ്ട് തുടങ്ങുവാണ്. നിധിയുടെ കയ്യിരുന്ന വെള്ളം മൊത്തം ഹരീഷിന്റെ മുഖത്തേക്ക് വീണു. ഹരീഷ് ചാടി എഴുന്നേറ്റ് കുറെ ചീത്ത പറയാണ്. ആരാണ് തന്റെ മുഖത്ത് വെള്ളമൊക്കെ ഒഴിച്ചതെന്ന് പറഞ്ഞിട്ട് കുറെ ചീത്ത പറയുന്നുണ്ട്. നിധിക്ക് ഭയങ്കര വിഷമമായി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ആദ്യമായിട്ടാണ് ഇത്തരം ചീത്തയൊക്കെ കേൾക്കുന്നത്. നിധി വിഷമത്തോടു കൂടി മുറി പോയിരുന്ന് കരയാണ്. പിന്നീടാണ് ഹരീഷ് ഈ കാര്യങ്ങളൊക്കെ അറിയണേ. ഏടത്തെ അമ്മയുടെ കയ്യിൽ നിന്ന് പറ്റിയൊരു അബദ്ധമാണെന്നുള്ള കാര്യം ഹരീഷിന് ഭയങ്കര ടെൻഷനായി. നിധി കരയും കൂടെ ചെയ്തല്ലോ. സുധീഷ് പോയി ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം എല്ലാവരും ജോലിക്കൊക്കെ ആയിട്ട് പോകണം. അപ്പം നികേഷ് മാത്രം പോയില്ല. നിധി തന്നെയുള്ളതുകൊണ്ട് ഇന്ന് കോളേജിൽ പോവണ്ടെന്ന് പറഞ്ഞിട്ടാണ് സുഭാഷ് പോയത്. ഈ സമയത്ത് സുധീഷ് എന്ത് ചെയ്തു? ജോലിക്ക് വേണ്ടി ചെന്നു. പക്ഷെ സുധീഷിന് ജോലി പോയിട്ടുണ്ടായിരുന്നു. നിധിയെ അടിച്ചുകൊണ്ട് പോകുന്നുള്ള കാരണത്താൽ ഇനി അങ്ങോട്ടേക്ക് ചെല്ലണ്ടെന്ന് അതിന്റെ ഓണറായ തോമസ് ഏട്ടൻ പറയാണ്. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇതേ സമയത്ത് നിധി നികേഷും കൂടെ വീട്ടിൽ ആദ്യം ഒരു സംസാരിക്കാനൊക്കെ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിധിക്ക് നികേഷിനോട്. അതുപോലെ തന്നെയായിരുന്നു നികേഷിനും. ഒരു പരിചയവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ രണ്ടുപേരും തമ്മിൽ പെട്ടെന്ന് അടുത്തു. സംസാരമായി കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനായിട്ട് തുടങ്ങി. അതിനുശേഷം അമ്മയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നു നികേഷിന്. കാരണം അമ്മയെക്കുറിച്ച് പറയുന്ന സമയത്ത് താൻ അമ്മയെ കണ്ട ഓർമ്മയൊന്നുമില്ല. കുഞ്ഞുനാളിൽ അമ്മ മരിച്ചുപോയത് അങ്ങനെയൊക്കെ പറയുകയാണ്. അതൊക്കെ കേട്ടപ്പോഴും നിധിക്കും ഭയങ്കര വിഷമായി. ചോദിക്കേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് വന്ന് അടുക്കളയിൽ കയറി ജോലിയൊക്കെ ചെയ്യുവാണ്. സുഭാഷ് തനിച്ച് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നിധിക്ക് ഭയങ്കര വിഷമായി. കാരണം തൻ്റെ കുഞ്ഞുനാളിലെ മുതൽ തനിക്ക് അമ്മയെപ്പോലെ തന്നെ നോക്കുന്ന തൻ്റെ ചേട്ടനാന്നുള്ള കാര്യമൊക്കെ നിധിയോട് സുധീഷല്ല നികേഷ് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും നിധിക്ക് ഭയങ്കര വിഷമായി. കാരണം ഇത്രയും കാലങ്ങളായിട്ടും ജോലിക്ക് പോകണം, അടുക്കള ജോലികളെല്ലാം ചെയ്യുന്ന സുഭാഷ് ചേട്ടനാണല്ലോ. സഹായിക്കാന്ന് കരുതി ചെല്ലുവാണ്. പക്ഷെ സഹായിക്കേണ്ട, അവിടെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാലും നിധിക്ക് ഭയങ്കര വിഷമം. നിധി പറഞ്ഞ് പച്ചക്കറിയൊക്കെ കഴുകി തരാന്നൊക്കെ പറഞ്ഞ് എടുക്കുവാണ്. അതൊക്കെ നിധിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല. അങ്ങനെ എന്ത് ചെയ്യുവാണ്, പച്ചക്കറിയൊക്കെ കഴുകി കൊടുക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ നിധിക്ക് അത് എങ്ങനെ കഴുകണമെന്ന് പോലും എടുത്തില്ല. ഓരോ പച്ചക്കറി എടുത്തെടുത്ത് കഴുകണം. പിന്നീട് സുഭാഷ് വന്നിട്ട് പറഞ്ഞാൽ അത് അങ്ങനെയല്ല കഴുകുന്നേ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നിധിക്ക് അതൊക്കെ മനസ്സിലാകുന്നത്. നിധിയുടെ വീട്ടിൽ അത് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ജോലിക്കാരൊക്കെ ഉണ്ട്. അടുക്കളയുടെ ഭാഗത്തേക്ക് പോലും പോകേണ്ടതില്ലായിരുന്നു. കൈ കഴുകിയിരിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സുധീഷിന് സന്തോഷമായി. തൻ്റെ ചേട്ടനോടൊപ്പം അടുക്കളയിൽ കയറി സഹായിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വൈകുന്നേരം ഹരീഷ് വരുന്നത്. ഹരീഷ് വന്നു കഴിഞ്ഞപ്പം ഹരീഷിന്റെ കയ്യിലൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അത് നിധിക്കുള്ള ഗിഫ്റ്റായിരുന്നു. ഹരീഷ് അത് നിധിക്ക് കൊടുക്കുവാണ്. ആ സമയത്ത് അത് നികേഷ് തട്ടിപ്പറിച്ചെടുത്തോണ്ട് പോയി. അത് തുറന്നു നോക്കുവാണ്. അതിനകത്തൊരു കപ്പായിരുന്നു, നമ്മൾ ചായ കുടിക്കുന്ന കപ്പ്. ഈ കപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നികേഷും സുധീഷും കൂടെ ചിരിച്ചു. കണ്ടില്ലേ ഒരു കപ്പെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിധി ഹരീഷിന്റെ മുഖത്തേക്ക് നോക്കി. ഹരീഷിന് ഭയങ്കര വിഷമമായെന്ന് മനസ്സിലായി. പെട്ടെന്ന് നിധി അത് വാങ്ങിയിട്ട് പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ടു, നല്ല കപ്പ എന്നൊക്കെ പറയാം. രാവിലെ അങ്ങനെയൊക്കെ ചീത്ത പറഞ്ഞതിന് ഹരീഷ് പ്രായച്ചിത്തമായിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്താണ്. കാരണം ഏടത്തിയമ്മ കുറച്ച് കരഞ്ഞല്ലോ, അപ്പൊ അതിന്റെ ഒരു പിണക്കം മാറ്റാനായിട്ട് വാങ്ങിച്ചുകൊണ്ട് കൊടുത്താണ്. സുഭാഷും പറഞ്ഞു നല്ല കപ്പാടാന്നൊക്കെ പറയുന്നുണ്ട്. സൂപ്പർ കപ്പ എന്നൊക്കെ പറഞ്ഞ് നിധിയും പ്രശംസിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷിനൊരു സമാധാനമായി. പിന്നീട് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരെയും കൂടെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ വന്നിരുന്നു. ഈ സമയത്ത് ഭാസ്കരൻ പുറത്തായിരുന്നു. ഭാസ്കരനെയും കൂടെ വിളിച്ചു. ഭാസ്കരനും വന്ന് ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണ്. പക്ഷെ ഫുഡ് കഴിച്ചുകൊണ്ട് സമയത്ത് നിധിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഭാസ്കരൻ ഇങ്ങനെ കുഴച്ച് വാരിയൊക്കെ കഴിക്കുന്ന കണ്ടപ്പം നിധിക്ക് ഭയങ്കര വിഷമം. അത് മാത്രമല്ല കഴിച്ചിട്ട് മുരിങ്ങക്കോലൊക്കെ അങ്ങോട്ട് ചവച്ച് തുപ്പിയിടുന്നു. നിധി അങ്ങനെയൊന്നും ഇരുന്ന് കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതിൻ്റെതായൊരു വിഷമമുണ്ട്. ആ സമയത്ത് നികേഷ് കുറ്റപ്പെടുത്തി, വെറുതെ അല്ല അച്ഛനോട് ഇവിടെ വന്നിരുന്ന് കഴിക്കേണ്ടെന്ന് പറയുന്നേ. ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കും ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. ഭാസ്കരന്റെ കഴിപ്പ് അങ്ങനെയായിരുന്നു. ഒരു വിധത്തിലാണ് നിധി അവിടെ നിന്ന് കഴിച്ചിട്ടൊന്ന് എഴുന്നേക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് പോലും നിധിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. ഭാസ്കരന്റെ സ്വഭാവം ഒരു പക്ഷെ അത് ഇങ്ങനെ തന്നെ ആയിരിക്കാം. തന്നെ കൊണ്ടൊന്നും മാറ്റാൻ സാധിക്കില്ല, പറഞ്ഞിട്ട് കാര്യമില്ലോ. ഇതേ സമയത്ത് രാജീവിന് ഭയങ്കര ടെൻഷനായിരുന്നു. തൻ്റെ മകളെക്കുറിച്ച് ഓർത്തിട്ട് അവളുടെ ജീവിതം എങ്ങനെയാവും എന്തായി എന്നൊക്കെ ഓർത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആരോടും പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ.
പിന്നീടാണ് അരുൺ ചെന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറയണേ. നിധി പോയേക്കുന്ന വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നേ. 3-4 ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. അവരുടെ അച്ഛനാണെങ്കിലോ ഒരു കൊലകാരനാണ്. സ്വന്തം ഭാര്യയെ കൊന്നിട്ട് പോയിരിക്കുന്നതാണ്. 2ാം ഭാര്യയെ കൊന്നിട്ട് പോയിരിക്കുന്ന അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർക്കൊക്കെ ഭയങ്കര ടെൻഷനായി. ഹേമയൊക്കെ അറിയാൻ തുടങ്ങി. എൻ്റെ മോളുടെ അവസ്ഥ, എൻ്റെ മോളുടെ ജീവിതം എങ്ങനെയായി തീരും. അരുൺ പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവള് സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ, ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നൊക്കെ പറയാണ്. സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് നിധി രാത്രിയിൽ എന്ത് ചെയ്തു, പുറത്തിറങ്ങിയിരിക്കുകയാണ്. പുറത്തിറങ്ങിയിരുന്ന് കഴിയുമ്പോഴത്തേന് സുധീഷ് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ സുധീഷിനോട് വിശേഷങ്ങളൊക്കെ തിരക്കണ സമയത്ത് സുധീഷിന്റെ ജോലിയെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. ട്രാവൽ ഏജൻസിയിലല്ലേ ജോലി എന്ന് പറഞ്ഞ്, ട്രാവൽ ഏജൻസി സ്വന്തമായിട്ട് നടത്തുന്നുണ്ടെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ജോലി ഇല്ലാതിരിക്കുമല്ലേ, എനിക്കൂടെ അവിടെ ഒരു ജോലി വേണം, ഞാനും അവിടെ വരാമെന്ന് പറയണം. സുധീഷ് ഞെട്ടിപ്പോയി. ട്രാവൽ ഏജൻസി സ്വന്തമായിട്ട് നടത്താൻ പോയിട്ട് ഇപ്പോൾ ഉള്ള ജോലിയും കൂടെ പോയിട്ടിരിക്കുന്ന അവസ്ഥയിൽ അവന്. ആ സമയത്ത് ഇവൾ ഇനി ജോലിയും കൂടെ വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായി. ഒടുവിൽ വല്ലാതെ പെട്ടുപോയൊരവസ്ഥയായിപ്പോയി. പിന്നീട് ഒരു വിധത്തിലാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. നിധി കൂടുതൽ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോയി. ഇനിയിപ്പോൾ ജോലി പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പ്രശ്നമാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് സുധീഷ് എഴുന്നേറ്റ് പോകുന്നത്. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും നിധി മുറ്റത്ത് നിൽക്കുകയാണ്. അങ്ങനെ മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് ഭാസ്കറിന്റെ പെങ്ങള് സുനന്ദിയുടെ അമ്മയോടെ വരുന്നേ. അമ്മ വന്നിട്ട് പറഞ്ഞു, ഹോ നിന്നെ കാണാനും കൊള്ളാം, നില്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞേ, എന്നിട്ട് നീ എന്തിനാടി കൊച്ച ഈ വീട്ടിലേക്ക് വന്നേ? അതും ദേ ഈ 3-4 ആണുങ്ങൾ മാത്രം ഉള്ളിടത്ത് ദേ ജീവൻ വേണേ നീ രക്ഷപ്പെട്ടോ. പിറ്റേ ദിവസം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ എഴുതി പോയതായിരിക്കുന്ന. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ജീവൻ പോലും ഉണ്ടാകത്തില്ല. ഇവിടെ ഉള്ളവരെ കുറിച്ച് നിനക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ. ദേ കൊലകാരനൊക്കെ എവിടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തോണം ആ വീട്ടിലുള്ളവരെ എല്ലാവരെയും. നിധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഭാസ്കരൻ അങ്ങോട്ടേക്ക് വന്ന് ഭാസ്കരൻ ഇത് കേട്ടു. ഭാസ്കരൻ നോക്കിയപ്പോൾ അവിടെ കല്ല് കിടക്കുന്നുണ്ട്. ഭാസ്കരൻ അതെടുത്തിട്ട് പെങ്ങളെ എറിയുവാണ്. പോടി അവിടുന്ന്. അവള് കിട്ടിയ സമയത്ത് ഏഷന് കൂട്ടാനായിട്ട് വന്നിരിക്കുന്നു, നാണമുണ്ടേ നീ വന്ന് പറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടിച്ചു വിടുവാണ്. ആ സമയത്ത് നിധിക്ക് ആകെപ്പെട്ട ടെൻഷനായിപ്പോയി. നിധിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഇങ്ങനെ ആയിരിക്കും ഇവിടുത്തെ ജീവിതം. ഇവിടെ കുറച്ച് ദിവസം നിൽക്കണം എന്ന് കരുതുക, പക്ഷേ എങ്കിൽ പ്രശ്നങ്ങൾ തന്നെയാ. ഓരോ ദിവസം ഓരോരുത്തർ ഓരോന്നൊക്കെ പറയുന്നു. എന്ത് ചെയ്യണം എന്നാണ് നിധിക്കറിയില്ല. പിന്നീട് ഭാസ്കരന്റെ പെങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരൻ പറഞ്ഞ്, പേടിക്കൊന്നും വേണ്ട, അവളുടെ സ്വഭാവം അങ്ങനെ, അവളുടെ മാത്രമല്ല എൻ്റെ പെങ്ങളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ചേട്ടൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാ, അതൊന്നും ഓർത്തിട്ട് മോള് വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൂളായിട്ട് ഭാസ്കരൻ അങ്ങോട്ട് പോയി. പിന്നീട് നികേഷിനെയും കൂട്ടിക്കൊണ്ട് നിധി സിം എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ സിം എടുക്കണം, ഫോണിനകത്ത് സിമ്മില്ലല്ലോ. പോരുന്ന സമയത്ത് സിമ്മൊക്കെ കളഞ്ഞിട്ടായിരുന്നു പോകുന്നത്. നികേഷിനെയും കൂട്ടിയേ പോകുന്നത്. നികേഷുമായിട്ട് നല്ല കമ്പനിയായിരുന്നു, അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ സിം എടുക്കാൻ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ആധാർ ID പ്രൂഫ് എന്തെങ്കിലും വേണം സിം എടുക്കണമെങ്കിൽ. എന്ത് ചെയ്യും? ഒടുവിൽ നികേഷ് പറഞ്ഞു, അത്രയേ ഉള്ളോ, എൻ്റെ ID പ്രൂഫ് വെച്ച് എടുക്കാമെന്ന് പറയാണ്. അങ്ങനെ നികേഷിൻ്റെ ID പ്രൂഫ് വെച്ച് സിമ്മും കാര്യങ്ങളൊക്കെ നിധി എടുക്കുക. അങ്ങനെ സിമ്മൊക്കെ എടുത്തുകൊണ്ട് അവർ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരൻ ആഹാരമൊക്കെ കഴിച്ചിട്ട് പാത്രമൊക്കെ നിരത്തിയിട്ടേക്കുക. ചോറൊക്കെ എടുത്തിട്ട് ചോറൊക്കെ മൂടി വെച്ചിട്ടല്ല, കറിപ്പാത്രമെല്ലാം നിരന്ന് കിടക്കുക. ആ കാഴ്ച കണ്ടപ്പോൾ നിധിക്ക് ഭയങ്കര വിഷമായി. പെട്ടെന്ന് നികേഷ് എന്ത് ചെയ്തു? നികേഷ് അതൊക്കെ പോയി വൃത്തിയാക്കണം. ചേച്ചി ഇങ്ങോട്ട് മറിഞ്ഞാണ് ഇതെല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ട് എച്ചിൽ പാത്രം എല്ലാം മാറ്റി നികേഷ് അതൊക്കെ ചെയ്യുന്നത്. എപ്പോഴും ഇവിടെ ചേട്ടൻ പറയണ ഇതൊക്കെ എടുത്തിട്ട് മൂടി വെക്കണമെന്ന്. അച്ഛനോട് എത്ര പറഞ്ഞാലും അച്ഛൻ ഇതൊന്നും കേൾക്കില്ല എന്നൊക്കെ പറയണം. നിധി പറഞ്ഞു, സാരമില്ല എന്നൊക്കെ പറയണം. ഈ സമയം ഫോണിനകത്ത് സിം ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും സിം ആക്ടിവേറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം വീട്ടിലേക്ക് വിളിക്കാം എന്ന് കരുതിയിട്ട് അവനോട് പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഞാൻ ഇന്ന് വീട്ടിലേക്ക് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിധി പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു കഴിഞ്ഞിട്ട് രാജീവന്റെ നമ്പറിലേക്ക് വിളിക്കണം. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ രാജീവന് നീതിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, നീ എന്തിനാടെ എന്നെ വിളിച്ചിരിക്കുന്നേ? മേലാ വിളിച്ചേക്കരുത്, നിനക്കിനിങ്ങനെ അച്ഛനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുകയാണ്. നിധിക്ക് ഭയങ്കര വിഷമമായി. നീതി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുക. പൊട്ടിക്കരഞ്ഞ സമയത്ത് നികേഷിന് ഭയങ്കര ബുദ്ധിമുട്ട്. എന്തിനാ കരയണത് പോലും മനസ്സിലായില്ല. ഒടുവിൽ നികേഷ് ആശ്വസിപ്പിക്കുന്നുണ്ട്, സഹാരമില്ല, പോട്ടെ ചേച്ചി, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാ, സ്നേഹിച്ചിറങ്ങി പോകുന്നല്ലേ എന്നൊക്കെ പറയാം. നിധി കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല. പിന്നീട് ബ്രോക്കർ വരുന്നുണ്ട് സുഭാഷിന് കല്യാണാലോചനയായിട്ട്. അപ്പോഴാണ് നിധി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ച ബ്രോക്കർ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. സുഭാഷ് പറഞ്ഞു, അതെ, ഇത് എൻ്റെ ഭാര്യയല്ല, സുധീഷിന്റെ എന്ന് പറയണേ. അവൻ കെട്ടിയോ? ചേട്ടൻ നിൽക്കുമ്പോൾ അനുജൻ കെട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് ബ്രോക്കർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നികേഷാണ് കഥ പറയണേ. അതെ,
കുറേ ആലോചനകളൊക്കെ സുഭാഷേണ് വന്നായിരുന്നു. പോയി കാണുകയൊക്കെ ചെയ്ത, പക്ഷെ വീട്ടിൽ പെണ്ണില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആലോചനകളൊക്കെ മാറിപ്പോയത്. വീട്ടിൽ ഇത്രയും 3-4 ചേട്ടൻ ആണുങ്ങളുള്ളിടത്തേക്ക് ആരെ സൻ്റെ പെൺമക്കളെ വിടാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇത്ര നാൾ സുഭാഷേൻ്റെ കല്യാണം നടക്കാതിരുന്നേ. അല്ലാതെ സ്വഭാവത്തിലൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടല്ല. അങ്ങനെ പിന്നീട് രാത്രി കഴിഞ്ഞപ്പോഴത്തേനും നിധിക്ക് തോന്നി സാന്ദ്ര ചേച്ചിനെ ഒന്ന് വിളിക്കാം. അങ്ങനെ സാന്ദ്രയെ വിളിക്കുകയാണ്. സാന്ദ്രയെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് നിധി ഒരു കാര്യം ആവശ്യപ്പെട്ടു. അതെ, എൻ്റെ ആധാറൊന്നും എനിക്ക് വേണം, ആധാറൊന്നും എങ്ങനെയല്ലോ ഒന്ന് എനിക്ക് അയച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്താണ് സാന്ദ്ര പറയണേ, അതെ അലമാരിയുടെയൊക്കെ കീയൊക്കെ അച്ഛൻ്റെ കയ്യിലായിരിക്കുന്നത്, അതെങ്ങനെ എടുക്കാൻ പറ്റും, എടുക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം. ഇനി നീ വിളിച്ചെന്നറിഞ്ഞാൽ പോലും പ്രശ്നമാവും. അപ്പോഴേക്കും അരുൺ അങ്ങോട്ട് കയറി വന്നു. അരുൺ ആരാന്നൊക്കെ ചോദിച്ചെങ്കിൽ ഫ്രണ്ടാന്ന് പറഞ്ഞു. ഇങ്ങ് തരാൻ പറഞ്ഞു ഫോൺ മേടിച്ചു. നീതിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യപ്പെടുവാണ്. മേലെ ഇങ്ങോട്ട് വിളിച്ചേക്കല്ലെന്നും പറഞ്ഞുകൊണ്ട് സാന്ദ്രയെ കുറെ ചീത്ത പറഞ്ഞു. സാന്ദ്ര പറഞ്ഞു അത് ആദ്യമായിട്ടാണ് വിളിക്കണത്, ആദ്യമായിട്ടാണെങ്കിലും അവസാനമായിട്ടെങ്കിലും വിളിക്കില്ലെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ നിധി ഇരുന്ന് കരയുവാണ്. സുധീഷ് സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നു. സുധീഷോടെ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, പഴയ ബൈക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നിധി അങ്ങോട്ട് പുറത്ത് പോവാണ്. പുറത്തൊക്കെ ഒന്ന് പോയി ചുറ്റിക്കറങ്ങി ഒന്ന് പുറത്ത് ഫുഡൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട് നിധിക്ക്. നിധിക്കയുടെ മനസ്സിലൊരു സന്തോഷം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. കുറച്ച് സമയം ഒന്ന് റിലാക്സായി അങ്ങനെ അവർ തിരികെ വീട്ടിലേക്ക് വരുവാണ്. പിറ്റേ ദിവസമായി. പിറ്റേ ദിവസം രാവിലെ നിധി എഴുന്നേറ്റ് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് മാത്രം അടുക്കളയിൽ, ബാക്കി എല്ലാവരും പോത്തുപോലെ കിടന്നുറങ്ങുക. അങ്ങനെ നിധി അടുക്കളയിലേക്ക് ചെന്നു. ഞാൻ എന്തെങ്കിലും സഹായിക്കട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു വേണ്ട, ഞാൻ ഇതെല്ലാം ചെയ്തോളാം എന്ന് പറയണം. എന്നാലും സഹായിക്കാം. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മിക്സിക്കകത്ത് തേങ്ങ അരയ്ക്കാനൊക്കെ എടുത്തു വെച്ചിരിക്കുക, അരച്ചിട്ടില്ല, ഞാനിത് അരയ്ക്കാമെന്ന് പറയണേ. വേണ്ട. ആ സമയത്ത് കുക്കർ വിസിലടിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഓഫ് ചെയ്യുവാണത്. ഇതെന്താ അടിച്ചു തീരുന്നതിന് മുമ്പ്? അതെ, അല്ലെങ്കിൽ അവന്മാർ കിടന്നുറങ്ങുമല്ലേ, അവന്മാർ ശല്യം ചെയ്യില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് മതി, പിന്നെ അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട്. ആ സമയത്ത് നിധി കുറച്ച് വെള്ളം എടുക്കുമ്പോഴത്തേനും നിധിയുടെ കയ്യിൽ നിന്ന് ആ കപ്പ് താഴേക്ക് പോയി. ശബ്ദം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അകത്തുനിന്ന് ഹരീഷ് വിളിച്ചിട്ട് ആരാ മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒച്ചപ്പാട് വെക്കുവാണ്. ഈ സമയത്ത് സുഭാഷ് പറഞ്ഞു അതെ അവന്മാർക്ക് ശല്യമാവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ മിക്സി പോലും അടിക്കാത്ത, ഇനി അവന്മാർ എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ മിക്സി അരയ്ക്കുള്ളൂ എന്ന് പറയണം. അത് കേട്ടപ്പം നിധിക്ക് അത്ഭുതമായിരുന്നു. നിധി പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ അവരെന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ സുഭാഷേണ് സങ്കടമാവുമെന്ന് ചോദിക്കുക. എന്താ അങ്ങനെ ചോദിച്ചാൽ, അല്ല വേറെ ആരെങ്കിലും അവരെന്തേലും പറയുകയോ ചെയ്താൽ സുഭാഷേണ് സങ്കടമാവില്ലേ? സങ്കടമാവും. ഞാൻ ചെയ്താലോ? നിധി അങ്ങനെ ചെയ്താൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാം. നിധി ഒട്ടും പഠിച്ചില്ല. കുറച്ച് വെള്ളം പോയി എടുക്കുവാണ്. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു വേണ്ട വെള്ളം കൊണ്ട് ഒഴിക്കണ്ടെന്ന് പറയാം. അതെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് പോയി. വെള്ളം എടുത്തുകൊണ്ട് എല്ലാത്തിനും മുഖത്തേക്ക് തളിക്കുകയാണ്. എഴുന്നേക്കാൻ പറഞ്ഞുകൊണ്ട് എല്ലാം ചാടി എഴുന്നേറ്റു. നീതിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. എന്തേലും പറയാൻ പറ്റുമോ? എടുത്തിയമ്മല്ലേ. പിന്നീട് സുഭാഷിനോട് എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പറാന്ന് പറയണം. നീതി പറഞ്ഞു ഇനി 7 മണിക്ക് ശേഷം ഇവിടെ ആരെങ്കിലും കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും, ബക്കറ്റ് കൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കുമെന്ന് പറയണം. എല്ലാം പോയി കുളിക്കാനൊക്കെ പറയണം, പോയി ഫ്രഷ് ആയിട്ട് വരാൻ പറയാം. അങ്ങനെ എല്ലാത്തിനെയും അങ്ങോട്ട് പറഞ്ഞു വിട്ടു. സുഭാഷിന് അത്ഭുതം തോന്നി നിധി ഓരോന്നൊക്കെ ചെയ്യുന്ന കണ്ടിട്ട്. പിന്നീട് നിധി എന്ത് ചെയ്തു, അവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കി എല്ലാം തുടച്ച് ഇടാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് അവിടേക്ക് നികേഷ് വരുന്നേ. നികേഷിനോട് പറഞ്ഞു അതെ കിടക്കുന്ന പായൊക്കെ എടുത്തോണ്ടേ വെക്കണമെന്ന് പറയണം. പായോ? അതെ. ആ സമയം അങ്ങോട്ടേക്ക് വന്ന് സുധീഷ് പറഞ്ഞു അതൊക്കെ ഏട്ടനെടുത്ത് വെച്ചോളും, ഏട്ടനല്ല സ്വന്തമായിട്ട് എടുത്ത് വെക്കണമെന്ന് പറയാം. അങ്ങനെ അവരെ കൊണ്ട് അതൊക്കെ എടുപ്പിച്ചു വെച്ചു. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ സുഭാഷിന്റെ അന്താളിപ്പോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, അവരെ കൊണ്ട് ഓരോ ജോലികളൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം നിധി എന്ത് ചെയ്തു, വിളക്ക് വെക്കുന്നിടത്തേക്ക് വന്നു. അപ്പം വിളക്കൊന്നും വെക്കാറേ ഇല്ലെന്ന് തോന്നുന്നു. നിധി പെട്ടെന്ന് എന്ത് ചെയ്തു, ആ വിളക്കൊക്കെ എടുത്തിട്ട് സുധീഷിനോട് പറഞ്ഞു ഇത് പോയി തേച്ച് കഴുകിക്കൊണ്ട് വരാൻ പറയണം. ഞാനോ? പിന്നല്ലാതെ. സുധീഷ് തേച്ച് കഴുകിക്കൊണ്ട് വന്നു. നിധി വിളക്കൊക്കെ കത്തിച്ചു വെച്ചു. വിളക്ക് കത്തിച്ച് സാമ്പ്രാണിത്തിരിയൊക്കെ കത്തിച്ചു. കാരണം വിളക്കൊന്നും അവിടെ കത്തിക്കാറ് പോലും ഇല്ലായിരുന്നു. എന്തെങ്കിലും ആഘോഷങ്ങൾ വന്നാലോ, വിഷുവിനും ഓണത്തിന് അങ്ങനെയൊക്കെ എന്തെങ്കിലും ആഘോഷത്തിന് മാത്രമേ വിളക്കൊക്കെ കത്തിക്കുള്ളൂ എന്ന് പറഞ്ഞു. നിധിക്ക് അത്ഭുതമായിരുന്നു. ഈ സമയം ഭാസ്കരൻ പോലും അന്താളിച്ചു പോയി. സാമ്പാറിന്റെ മണവും വിളക്ക് കത്തിച്ചെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഭാസ്കരന് സന്തോഷമായിരുന്നു. പക്ഷെ ഈ സമയത്ത് നികേഷ് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നീട് നിധി ഓർത്ത് എന്താ താൻ ചെയ്ത് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത വേറെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് ഓർത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറയണേ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ അമ്മമാരിങ്ങനെ രാവിലെയും വൈകുന്നേരമൊക്കെ വിളക്കൊക്കെ കൊളുത്തും. എനിക്ക് അതൊക്കെ കാണും ഭയങ്കര സന്തോഷമാവും. പക്ഷേങ്കിൽ എൻ്റെ വീട്ടിലിങ്ങനെ ഇല്ലോന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം ആ കുറവ് ഏട്ടത്തിയമ്മ വന്നതിന് ശേഷം നികത്തി.
ഏടത്തിയമ്മ വന്നതിന് ശേഷം ഇതൊരു വീടായത്, ഇതിനു മുമ്പ് ഇതൊരു വീടല്ലായിരുന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സങ്കടമായി. പുറത്തിരുന്ന ഭാസ്കറിന്റെ വരെ കണ്ണു നിറഞ്ഞു വന്നു. സുഭാഷും സുധീഷും ഒക്കെ കരയുവാണ്. കാരണം നിധി വന്നതിന് ശേഷം പെട്ടെന്നൊരു മാറ്റം ഉണ്ടായതുപോലെ അവർക്കൊക്കെ തോന്നുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.